Hello everyone, Jinsi here from Gems Abroad. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി ടി റൈറ്റിംഗ് ആണ്. പി ടി റൈറ്റിംഗ് ആണല്ലോ കുറേ പേർക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ. ആൻഡ് പി ടി റൈറ്റിംഗിൽ നിങ്ങൾക്കറിയാം രണ്ട് ടാസ്ക് ആണ് ഉള്ളത്. ഒന്ന് സമ്മറൈസ് റിട്ടേൺ ടെക്സ്റ്റ് ആൻഡ് മറ്റേത് റൈറ്റ് എസ്സേ. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് ടാസ്ക് മാത്രമല്ല കവർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം പി ടി ഇന്റഗ്രേറ്റഡ് ആണ്. സെൻസിലേക്ക് നമുക്ക് റൈറ്റിംഗിന് മാർക്ക് വരുന്നത് ഈ രണ്ട് ടാസ്ക് മാത്രമല്ല. ലിസ്ണിംഗില് സമ്മറൈസ് സ്പോക്കൻ ടെക്സ്റ്റ് ആൻഡ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, ഈ 4 ടാസ്കും കൂടിയിട്ടാണ് നമുക്ക് റൈറ്റിംഗിന് മാർക്ക് വരുന്നത്. അപ്പം നമ്മൾ ഈ 4 ടാസ്കും ഫോക്കസ് ചെയ്താൽ നമുക്ക് 79 above, which means 90 ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ നിങ്ങൾ ആദ്യം അറിയേണ്ടത് സ്ട്രാറ്റജിയാണ്. ഇപ്പൊ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എഴുതുന്നെങ്കിൽ എന്താണ് സ്ട്രക്ചർ, അതായത് 1 കംപ്ലീറ്റ് സെന്റൻസ് എഴുതാം, എത്ര വേർഡ് ആണ് എഴുതേണ്ടത്, അതേപോലെ എസ്സേ, സമ്മറൈസ് സ്പോക്കൻ ടെക്സ്റ്റ്, അതേമാതിരി റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. ഇപ്പം ഈ ഇടയായിട്ട് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് കുറേ പേർക്ക് പാസേജസിന് പകരം കോൺവെർസേഷൻസ് ആണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ അറ്റൻഡ് ചെയ്യാം? അപ്പം ഇൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് വിത്ത് സ്ട്രാറ്റജി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രാറ്റജി. സോ നിങ്ങൾ പി ടിക്ക് പ്രിപ്പയർ ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് പി ടിയുടെ ഓൺലൈൻ കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഓൾസോ ഇത് കൂടാതെ നിങ്ങൾക്ക് ഓൺലൈൻ കോച്ചിങ് എടുക്കാൻ പറ്റില്ല, ടൈം ഡിഫറൻസ് കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്കെഡ്യൂൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് റെക്കോർഡഡ് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓർ നിങ്ങൾക്ക് പോർട്ടലിൽ മാത്രം മതി, പോർട്ടലിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തോളാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോർട്ടലും ഞങ്ങളുടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ എക്സാം ബുക്കിംഗ്, പി ടി എക്സാം ബുക്കിംഗ് അസിസ്റ്റൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കാണിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പി ടി റൈറ്റിംഗ് ആണ്. സോ പി ടി റൈറ്റിംഗ്, ഹൗ ടു ക്ലിയർ പി ടി റൈറ്റിംഗ്, സ്മാർട്ട് സ്ട്രാറ്റജി, നോട്ട് മെമ്മറൈസേഷൻ. പി ടി റൈറ്റിംഗ് സെക്ഷനിൽ നിങ്ങൾക്കറിയാം സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റും എസ്സേ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ രണ്ട് ടാസ്ക്, അതായത് സ്പോക്കൻ ടെക്സ്റ്റും റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ലിസണിങ് മോഡ്യൂളാണ്. പക്ഷേ ഈ 4 ടാസ്കും കൂടി ചേർന്നിട്ടാണ് നമുക്ക് റൈറ്റിംഗിന് മാർക്ക് തരുന്നത്. അപ്പൊ ഇന്ന് ഇൻ ടോട്ടൽ എല്ലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. എക്സാമിൽ 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ആൻഡ് നിങ്ങളൊരു കൺസൈസ് സമ്മറി ആണ്, അത് 1 സിംഗിൾ സെന്റൻസ് സമ്മറിയാണ് എഴുതേണ്ടത്. 5 to 75 വേർഡ്സ് ആണ് എഴുതേണ്ടത്. വേർഡ് ലിമിറ്റ് മറക്കരുത്. അതുപോലെ ഫോർമൽ അക്കാഡമിക് ടോൺ. Coming to essay, ഒരേ ഒരു ക്വസ്റ്റൻ ആയിരിക്കും വരുന്നത്. ആൻഡ് യു ഹാവ് ടു റൈറ്റ് എ റെസ്പോൺസ്, ഒരു ക്വസ്റ്റൻ ഓർ എ പ്രോംപ്റ്റ്. 200 to 300 വേർഡ്സ് ആണ് നമുക്ക് വേർഡ് ലിമിറ്റ് വരുന്നത്. യു ഹാവ് ടു ക്ലിയർലി സ്റ്റേറ്റ് യുവർ പൊസിഷൻ ആൻഡ് സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സമ്മറി സ്പോക്കൻ ടെക്സ്റ്റ് 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റൻ വരും. ആൻഡ് നമുക്കൊരു ഓഡിയോയിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും, പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും നമുക്ക് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മൾ കീവേഡ്സ് നോട്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മളൊരു സമ്മറി ആ തന്നേക്കുന്ന ബോക്സിൽ നമ്മൾ എഴുതണം. എഴുതേണ്ട വേർഡ് ലിമിറ്റ് 50 to 70 വേർഡ്സ് ആണ് ആൻഡ് 1 പാരഗ്രാഫ്. ആൻഡ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ നോക്കുമ്പോൾ നമുക്കൊരു സെന്റൻസ് ഓഡിയോയിൽ കേൾക്കും. ആ കേൾക്കുന്ന സെന്റൻസ് നമ്മൾ ആ തന്നേക്കുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ആൻഡ് ഓരോ വേർഡും സ്കോർഡാണ്. നിങ്ങൾ കറക്റ്റ് വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ഒരു വേർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 1 മാർക്ക് ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ 10 വേർഡ് ഉണ്ട് ആ സെന്റൻസിലേക്ക്, നിങ്ങൾക്ക് 10 മാർക്ക് ആയിരിക്കും കിട്ടുന്നത് ലിസണിങ്ങിനും റൈറ്റിങ്ങിനും. അപ്പം ഈ എല്ലാ ടാസ്കും കൂടി റൈറ്റിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് താഴെ കാണിക്കുന്ന 2 സമ്മറി സ്പോക്കൻ ടെക്സ്റ്റും റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ലിസണിങ്ങിലായതുകൊണ്ട് അത് ലിസണിങ്ങിനും റൈറ്റിങ്ങിനും കോൺട്രിബ്യൂട്ട് ചെയ്യും. പി ടി റൈറ്റിംഗ് സ്കോറിംഗ് അൽഗോരിതം. ഫസ്റ്റ് തിങ് ഇസ് കോണ്ടന്റ്. കോണ്ടന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഏത് ടാസ്ക് എടുത്താലും കോണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്. യു ഹാവ് ടു റൈറ്റ് റെലവെന്റ് ടു ദ ടോപ്പിക്. ഓഫ് ടോപ്പിക് എഴുതരുത്. എന്താണോ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് യു ഹാവ് ടു അഡ്രസ്. Advantages, disadvantages ചോദിച്ചിട്ടുണ്ടെങ്കിൽ you have to write the advantages in 1 paragraph and disadvantages in 1 paragraph. Agree disagree ആണെങ്കിൽ you have to clearly state your opinion there. ഇതാണ്. അതേപോലെ എന്താണോ ടോപ്പിക് അത് നിങ്ങൾ അഡ്രസ് ചെയ്ത് വേണം എഴുതാൻ. സോ അതിന് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യുക. പിന്നെ ഗ്രാമർ അക്യുറസി, പങ്ക്ച്വേഷൻ, സ്പെല്ലിംഗ്, പിന്നെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്, അതുപോലത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. വൊക്കാബുലറി, നമ്മൾ തന്നേക്കുന്ന ടോപ്പിക് അപ്രോപ്രിയേറ്റ് വൊക്കാബുലറി ആയിരിക്കണം എസ്സേയിലൊക്കെ എഴുതേണ്ടത്. സമ്മറൈസ്ഡ് ടെക്സ്റ്റ് ആയാലും ഇമ്പോർട്ടന്റ് വേർഡ്, അതേപോലെ സ്പോക്കൻ ടെക്സ്റ്റ് ആയാലും നമ്മൾ ഓഡിയോയിൽ കേൾക്കുന്ന ടോപ്പിക് എന്താ, ടോപ്പിക് റിലേറ്റഡ് കീവേഡ്സ്, ഇതിനെല്ലാം വൊക്കാബുലറിക്ക് ആയിരിക്കും മാർക്ക്. സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ എഴുതുന്ന എല്ലാത്തിനും സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല, ബിക്കോസ് സ്പെല്ലിങ്ങിന് മാർക്സ് ഉണ്ട്. റിട്ടൺ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്
ഇപ്പൊ നമ്മൾ പറയത്തില്ലേ കോഹറൻസ്, കോഹെഷൻ ആൻഡ് അതുപോലെ മിക്സ് ഓഫ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെന്റൻസസ് എഴുതുക. റിട്ടേൺ ഡിസ്കോഴ്സിലും മാർക്കുണ്ട്. നമ്മൾ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. 4 പാരഗ്രാഫ്സ് ആണ് നമ്മൾ എസ് എഴുതുന്നത്. സമ്മറൈസ് റിട്ടേൺ ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ 1 സിംഗിൾ സെന്റൻസ് ആയിരിക്കും സമ്മറി എഴുതുന്നത്. പക്ഷെ സമ്മറി സ്പോക്കൻ ടെക്സ്റ്റ് അങ്ങനെയല്ല, ഒരു ചെറിയ പാരഗ്രാഫ് ആയിരിക്കും. നമുക്ക് ഇൻ ബിറ്റ്വീൻ ഫുൾ സ്റ്റോപ്സ് ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ 50 to 70 വേർഡ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ആൻഡ് ദ ഫസ്റ്റ് തിങ്, summarize written text, high scoring formula. ഇതിൽ നമ്മൾ എഴുതേണ്ട only one sentence ആണ്. only one sentence. And നമ്മൾ എഴുതാൻ പോകുന്നത് 5 to 75 words ആണ്. Proper punctuation, you have to include a comma and a full stop. ഓക്കെ, അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം റീസെന്റ് ആയിട്ട് സമ്മറൈസ് റിട്ടേൺ ടെക്സ്റ്റിൽ നമുക്ക് നോർമലി പാരഗ്രാഫ് ആണല്ലോ കിട്ടുന്നത്, പക്ഷെ ഇപ്പം കോൺവെർസേഷൻ ആണ് ബിറ്റ്വീൻ 2 people. ഈ കുറെ പേർക്ക്, കുറെ സ്റ്റുഡൻസിന് ദേ ഡോണ്ട് നോ ഹൗ ടു കമ്പൈൻ ബോത്ത് ഒപ്പീനിയൻസ് ഇൻ വൺ സെന്റൻസ്. അപ്പം ഐ ടീച്ച് യു ദ ഈസിയസ്റ്റ് വേ. വാട്ട് ഇസ് കോൺവെർസേഷൻ ടൈപ്പ്? നമുക്കൊരു പാരഗ്രാഫിന് പകരം യു വിൽ ഗെറ്റ്, ഫോർ എക്സാമ്പിൾ, പേഴ്സൺ എ ഒരു ഒപ്പീനിയൻ, പേഴ്സൺ ബി ഒപ്പീനിയൻ, സംടൈംസ് അത് എഗ്രിമെന്റ് ഡിസഗ്രിമെന്റും കൂടി ആകാം. നമ്മൾ ഈ രണ്ട് വ്യൂസും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ only one സെന്റൻസ് എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പീക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം. വാട്ട് ഡസ് പേഴ്സൺ എ സേ, വാട്ട് ഡസ് പേഴ്സൺ ബി സേ, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് സ്റ്റെപ്പ് 2. എഗ്രീവ് ആണോ അല്ലെങ്കിൽ ഒപ്പോസിംഗ് ആണോ? എഗ്രി ചെയ്യുവാണെങ്കിൽ നമുക്ക് ആൻഡ്, മോർ ഓവർ ഒക്കെ ആഡ് ചെയ്യാം. ഒപ്പോസിംഗ് ആണെങ്കിൽ ഓൾ ദോ, വേർ ആസ്, ഹൗ ഓവർ ആഡ് ചെയ്യാം. Cause effect ആണെങ്കിൽ because, therefore. Next step 3, you have to pick the keywords, not full sentences. Copy ചെയ്യരുത്, just take ഒരു idea from A, one idea from the person B. നമ്മൾ എന്നിട്ട് കണക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് ബെസ്റ്റ് കണക്ടേഴ്സ് ഫോർ കോൺവെർസേഷൻ ആണെങ്കിൽ ഓൾ ദോ, വേർ ആസ്, വൈൽ, ഹൗ ഓവർ. അഡീഷൻ ആണെങ്കിൽ ആൻഡ്, ഫർദർമോർ യൂസ് ചെയ്യാം. കോസ് ആണെങ്കിൽ therefore, because. ഇപ്പൊ ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ, ഒരു കോൺവെർസേഷൻ ആണ്. പേഴ്സൺ എ: ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇസ് ബെനിഫിഷ്യൽ ബിക്കോസ് ഇറ്റ് അലൗസ് സ്റ്റുഡൻസ് ടു ലേൺ ഫ്രം എനിവെയർ ആൻഡ് മാനേജ് ദെയർ ടൈം എഫക്റ്റീവ്ലി. പേഴ്സൺ ബി പറയുവാണ്, however it reduces face to face interaction and can make students feel less motivated. ഇങ്ങനെ രണ്ട് കോൺവെർസേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ പേഴ്സൺ എയുടെ അവിടെ നിന്ന് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇസ് കൺസിഡർഡ് ബെനിഫിഷ്യൽ ആസ് ഇറ്റ് അലൗസ് ഫ്ലെക്സിബിൾ ആൻഡ് റിമോട്ട് ലേണിംഗ്. അപ്പൊ പേഴ്സൺ ബി ഓപ്പോസിറ്റ് അല്ല. അപ്പൊ നമുക്ക് എഴുതാം, ഓൾദോ ഇറ്റ് മേ റെഡ്യൂസ് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആൻഡ് ലോവർ സ്റ്റുഡന്റ് മോട്ടിവേഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പെർഫെക്റ്റ് എന്ന് പറയുന്നത്? ബിക്കോസ് നമ്മൾ വൺ സെന്റൻസിലായിരിക്കും എഴുതിയേക്കുന്ന രണ്ട് ഒപ്പീനിയൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് കണക്ടേഴ്സ്, അതായത് ആസ് എന്ന് പറയുന്നത് കോസിനും ഓൾദോ എന്ന് പറയുന്നത് കോൺട്രാസ്റ്റും. റെപ്പറ്റീഷൻ ഒത്തിരി എഴുതരുത്, ക്ലിയർ മീനിങ് ആയിരിക്കണം. I'll give you one more example. ഇത് എഗ്രിമെന്റ് ടൈപ്പ് ആണ്. പേഴ്സൺ എ പറയുന്നു, ടെക്നോളജി ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ ബൈ മേക്കിംഗ് ഇറ്റ് ഫാസ്റ്റർ. പേഴ്സൺ ബി പറയുന്നു, യെസ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് പീപ്പിൾ സ്റ്റേ കണക്റ്റഡ് ഗ്ലോബലി. അപ്പൊ നമ്മൾ ആൻസർ എഴുതേണ്ടത്, ടെക്നോളജി ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ ബൈ മേക്കിംഗ് ഇറ്റ് ഫാസ്റ്റർ ആൻഡ് enabling people to stay connected globally. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ഇങ്ങനെ കോൺവെർസേഷൻ ടൈപ്പ് വരുമ്പോൾ നമ്മൾ എഴുതുന്നത്. ഇപ്പൊ പേഴ്സൺ എ സേസ് അത് എഴുതണ്ട, അല്ലെങ്കിൽ പേഴ്സൺ ബി സേസ് അങ്ങനെ എഴുതണ്ട. പിന്നെ നിങ്ങൾ അതായത് രണ്ട് സെന്റൻസസ് എഴുതുക. അതായത് ഒരു സെന്റൻസ് എഴുതി ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് അടുത്ത സെന്റൻസ്. പക്ഷെ നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നാൽ നമ്മൾ എഴുതേണ്ടത് വൺ സിംഗിൾ സെന്റൻസ് ആണ്. ആൻഡ് യു ഹാവ് ടു പുട്ട് എ ഫുൾ സ്റ്റോപ്പ് അറ്റ് ദ എൻഡ്. കണക്ടേഴ്സ് മിസ് ചെയ്യരുത്. അതായത് ഐ ഗിവ് യു എ സിമ്പിൾ സ്ട്രക്ചർ. ഈസി ഫോർമുല എന്ന് പറഞ്ഞത് ടോപ്പിക് എ, ടോപ്പിക് ഫസ്റ്റ് ടോപ്പിക് എഴുതുക. പിന്നെ കോൺവെർസേഷൻ ആണെങ്കിൽ എയുടെ ഐഡിയ എഴുതുക, കണക്ടർ എഴുതുക, റീഡയറക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ദ ടോപ്പിക് ഈസ് കൺസിഡേർഡ് എന്ന് പറഞ്ഞ് എഴുതിട്ട് ഐഡിയ ഫ്രം എ, കോമ ഇട്ടിട്ട് ഓൾദോ അല്ലെങ്കിൽ വേറാസ്, വൈൽ ആഡ് ചെയ്തിട്ട് ഐഡിയ ഫ്രം ബി ആൻഡ് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ്. ലാസ്റ്റിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യണമല്ലോ. കോംപ്ലക്സ് സെന്റൻസ് യൂസ് ചെയ്യുക, ടു കണക്ടേഴ്സ് ആഡ് ചെയ്യുക, and make sure at least you have to write over 60 words. It depends on the length of the paragraph, അല്ലെങ്കിൽ it depends on the conversation. നമ്മളിപ്പം 75 words ആണ് എഴുതുന്നത്, നമുക്ക് 75 words എഴുതേണ്ട കാര്യമില്ല. ബട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ലെങ്ത് ഓഫ് ദ പാസേജ് ഓർ ലെങ്ത് ഓഫ് എ പാരഗ്രാഫ് ഓർ ലെങ്ത് ഓഫ് എ കോൺവെർസേഷൻ നമുക്ക് വേർഡ്സ് എഴുതാം. ഇറ്റ് കുഡ് ബി 55, 60.
നമുക്ക് കോൺവെർസേഷൻ ടൈപ്പിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സ്പീക്കേഴ്സ് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ആൻഡ് റൈറ്റ് കണക്ടേഴ്സ് യൂസ് ചെയ്താൽ തന്നെ summarize written text becomes one of the easiest scoring tasks in PTA writing. A simple question ആണ്. നമ്മൾ തന്നേക്കുന്ന കോൺവെർസേഷനിൽ എടുത്ത് ഫസ്റ്റ് പേഴ്സൺ എന്താ പറഞ്ഞത്, സെക്കൻഡ് പേഴ്സൺ എന്താ പറയുന്നത്, ആൻഡ് ലൈക്ക് അവരുടെ കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോൾ എന്താണ് ഇപ്പൊ എഗ്രിമെന്റ് ഡിസ്എഗ്രിമെന്റ് ആണ് ഇപ്പൊ, അല്ലെങ്കിൽ അവർ ലാസ്റ്റിൽ അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺക്ലൂഷൻ എഴുതുക. ഓക്കെ, അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എഴുതാൻ വേണ്ടി. മെയിൻ ഐഡിയ, കീ പോയിന്റ്സ്, എ ഫൈനൽ സമ്മറി സെന്റൻസ്. യു കൻ യൂസ് കണക്ടേഴ്സ് ലൈക്ക് വൈൽ, whereas, which, leading to. ഫോർമൽ അക്കാഡമിക് ടോൺ ആയിരിക്കണം. നമ്മൾ കോമ ഇൻ ബിറ്റ്വീൻ ആഡ് ചെയ്യാൻ മറക്കരുത് കണക്ടേഴ്സ് ഒക്കെ എഴുതി കഴിയുമ്പോൾ. പിന്നെ അതേപോലെ ഫുൾ സ്റ്റോപ്പ് ലാസ്റ്റിലാണ് എഴുതുന്നത്. ഫുൾ സ്റ്റോപ്പ് ഇടാനും മറക്കരുത് ലാസ്റ്റിൽ. ഓക്കെ, വേർഡ് ലിമിറ്റ് ഓർക്കുക. ആൻഡ് ഓൺലി വൺ സെന്റൻസ്. Okay, so this is how you have to do your summarized written text. Because ഇപ്പം ഇതെല്ലാം ഞാൻ കേൾക്കുന്നതാണ് കുറേ പേർക്ക് കോൺവെർസേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബട്ട് ദേ ഗെറ്റ് കൺഫ്യൂസ്ഡ് ബിക്കോസ് രണ്ട് സ്പീക്കർ കാണും, ഡിഫറെന്റ് ഒപ്പീനിയൻസ് കാണും, മിക്സ്ഡ് ഐഡിയാസ് ആയിരിക്കും. നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഐഡന്റിഫൈ ദ ടോപ്പിക്, അല്ലെങ്കിൽ കോൺവെർസേഷൻ എന്തിനെ കുറിച്ചാണ് മനസ്സിലാക്കുക. സ്റ്റെപ്പ് 2, ഐഡന്റിഫൈ ബോത്ത് ഐഡിയാസ്. സ്പീക്കർ 1, അതായത് ഐഡിയ 1, സ്പീക്കർ ബി ഐഡിയ 2. നമ്മൾ ഈ രണ്ട് സ്പീക്കേഴ്സിന്റെയും ഐഡിയാസ് കമ്പൈൻ ചെയ്യും. എങ്ങനെയാണ് കണക്ടേഴ്സ്? വൈൽ, whereas, however, although, which, leading to. ബിക്കോസ് ഇങ്ങനെ എഴുതുമ്പോൾ ഒരു സെന്റൻസ് ആയിരിക്കും, ഐഡിയാസ് രണ്ടുപേരുടെ ഐഡിയാസ് ഇൻക്ലൂഡ് ചെയ്യും, കണക്ടേഴ്സ് യൂസ് ചെയ്യും, ഫോർമൽ ടോൺ ആയിരിക്കും, ക്ലിയർ സ്ട്രക്ചർ ആയിരിക്കും. പങ്ക്ച്വേഷൻസ് മിസ് ചെയ്യരുത്, ഗ്രാമർ മിസ്റ്റേക്സ് പാടില്ല. ഈവൻ ഇഫ് കോണ്ടന്റ് കറക്റ്റ് ആണെങ്കിലും ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, പങ്ക്ച്വേഷൻ മിസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്സ് നമ്മുടെ സ്കോറിനെ കുറയ്ക്കും. ക്രിയേറ്റീവ് ആകുക, ഫോക്കസ് ഓൺ ദ ക്ലാരിറ്റി ആൻഡ് അക്യുറസി. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദിസ്. ഏതൊക്കെയാണ് മാർക്ക് കുറയുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മൾട്ടിപ്പിൾ സെന്റൻസ് എഴുതുക, ഫുൾ സ്റ്റോപ്പ് ലാസ്റ്റിൽ അവോയ്ഡ് ചെയ്യുക, അങ്ങനെ തന്നെ സെയിം ലൈൻ കോപ്പി ചെയ്യുക, ഗ്രാമർ മിസ്മാച്ച്, വേർഡ് ലിമിറ്റ്. ഒന്നെങ്കിൽ 5ന് താഴെ നമ്മൾ അങ്ങനെ എഴുതില്ല, ബട്ട് ലൈക്ക് അല്ലെങ്കിൽ 76, 77 എഴുതുക. സി ഫോളോ ദ റൂൾസ് പ്രിസൈസ്ലി ഫോർ അക്യുറസി. അടുത്തത് എസ്സേ റൈറ്റിംഗ്. കുറെ സ്റ്റുഡൻസ് പറയുന്നതാണ്, മാം I don't know how to start writing an essay. I'll just make it very simple for you. നമ്മൾ സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ടത് 4 സ്ട്രക്ചർ ആണ്. ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2 ആൻഡ് കൺക്ലൂഷൻ. എല്ലാവരും ചോദിക്കും ഈ ഇൻട്രഡക്ഷനിൽ എന്താണ് എഴുതണ്ടേ? ഇൻട്രഡക്ഷനിൽ ഒരുപാടൊന്നും എഴുതണ്ട, 2 to 3 ലൈൻസ് മതി. You have to paraphrase a given question and clearly give your opinion if opinion is asked. എത്രയേ ഉള്ളൂ. Not like ഒരുപാട് ലെങ്തി ഇൻട്രഡക്ഷൻ അല്ല, just 2 to 3 lines. Paraphrase a question, give your opinion. ബോഡി പാരഗ്രാഫില് സ്ട്രക്ചർ എന്താണ്? ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, ഒരു മിനി കൺക്ലൂഷൻ. സെയിം ആസ് ബോഡി പാരഗ്രാഫ് 2. ഇപ്പൊ മെയിൻ ഐഡിയ ആണ് നമ്മൾ ബോഡി പാരഗ്രാഫിൽ 1 എഴുതുന്നത്. ഇതിപ്പോ നിങ്ങളുടെ ഓപ്പോസിറ്റ് വ്യൂ അല്ലെങ്കിൽ സെക്കൻഡ് വ്യൂ ഐഡിയ ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് അഗൈൻ. നമ്മൾ ഐഡിയ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വ്യൂ എഴുതുന്നു. ഇഫ് പോസിബിൾ യു ക്യാൻ ഗിവ് എൻ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു മിനി കൺക്ലൂഷൻ. അതേപോലെ ലാസ്റ്റിൽ കൺക്ലൂഷൻ നമ്മൾ എഴുതാൻ പോകുന്നത് റീസ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ ആൻഡ് ഫൈനൽ സമ്മറി. നമ്മൾ ഒപ്പീനിയൻ പിന്നെയും റീസ്റ്റേറ്റ് ചെയ്യുന്നു, എന്താണോ എഴുതിയേക്ക് എന്റെ സമ്മറി. ഇമ്പോർട്ടന്റ് റൂൾ, 200 to 300 വേർഡ്സ് എഴുതണം, സിമ്പിൾ ആൻഡ് ക്ലിയർ സെന്റൻസസ്, ലോജിക്കൽ ഫ്ലോ കാണണം, ആൻഡ് 1 ക്ലിയർ ഒപ്പീനിയൻ കൊടുത്തിരിക്കണം. മെമ്മറൈസ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യരുത്, ബിക്കോസ് അത് ഒരു ടോപ്പിക് വരുമ്പോൾ ഡിഫർ ആവും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ് ചിലപ്പോൾ ആ ടോപ്പിക്കിന് സൂട്ടബിൾ ആയിരിക്കില്ല, അപ്പൊ നമ്മൾ വൊക്കാബുലറി മാറും. സോ യു വിൽ ഗെറ്റ് ലെസ് സ്കോർ. കോംപ്ലെക്സ്, ഒരുപാട് കോംപ്ലെക്സ് സെന്റൻസ് എഴുതിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു പാരഗ്രാഫിൽ ഒരു സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലെക്സ് എഴുതുക. ഇഫ് യു ആർ വെരി ഗുഡ് അറ്റ് writing simple and compound sentence also okay. Repetition, ഒരു വേർഡ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുക and going off topic. See, accuracy is more important than vocabulary. Okay, essay writing 4 simple paragraph ആണ്. ഈസി ആണ് നമുക്ക് സ്കോർ. ഇൻട്രഡക്ഷൻ, ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, കൺക്ലൂഷൻ. ഫസ്റ്റ് നിങ്ങൾ ഒരു എസ്സേ കിട്ടിക്കഴിയുമ്പോൾ ഉടനെ എഴുതാൻ തുടങ്ങരുത്. ജനറേറ്റ് ഐഡിയാസ്. നിങ്ങൾ ഈ ട്രിക്ക് യൂസ് ചെയ്യുക. ആസ്ക് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ്, വാട്ട് ആർ ദ പ്രോബ്ലംസ്, ആൻഡ് 2 സ്ട്രോങ് ഐഡിയാസ് എഴുതി വെക്കുക. ഇൻട്രഡക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാരഫ്രേസ് യുവർ ക്വസ്റ്റ്യൻ, ഗിവ് യുവർ ഒപ്പീനിയൻ.
Do you agree that technology has improved education? നമുക്ക് എങ്ങനെ എഴുതാം? In today's modern world, technology plays a crucial role in education. അപ്പം ഒപ്പീനിയൻ എന്താ? I strongly believe that it has significantly improved the learning experience. അപ്പം പാരഫ്രൈസ് ചെയ്ത ക്വസ്റ്റ്യൻ then ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്. ബോഡി പാരഗ്രാഫിലോ ഒരു ടോപ്പിക് സെന്റൻസ് which is a main idea, explanation, an example or a mini conclusion. അതേപോലെ സെക്കൻഡ് ഐഡിയ, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, ഒരു മിനി കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ എന്താ എഴുതാൻ പോകുന്നത്? നമ്മൾ ലാസ്റ്റില് സമ്മറി ആൻഡ് ഐഡിയാസ് സമ്മറി കൊടുക്കുന്നു ആൻഡ് റീസ്റ്റേറ്റഡ് ഒപ്പീനിയൻ. ചിലരുടെ സ്ട്രക്ചർ കാണില്ല, ചിലരുടെ ഒരു ബോഡി പാരഗ്രാഫിനും എക്സാമ്പിൾ കാണില്ല, ഐഡിയ തന്നെ റിപ്പീറ്റഡ് ആയിരിക്കും, സെയിം ഐഡിയ റിപ്പീറ്റഡ് ആയിരിക്കും, ഗ്രാമർ എറേഴ്സ് ആൻഡ് റൈറ്റിംഗ് ടു ഷോർട്ട്, അതായത് 200 വേർഡ്സിന് കുറവ് എഴുതുക. ടൈപ്പിംഗ് സ്പീഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കുറേ പേർക്ക് ടൈപ്പിംഗ് സ്പീഡ് കുറവായതുകൊണ്ട് 200 തന്നെ എത്തിക്കാൻ തന്നെ പാടാം. നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ യു ഹാവ് ടു ഡെയിലി പ്രാക്ടീസ് ടൈപ്പിംഗ് സ്പീഡ്. നിങ്ങൾ ഈ സിമ്പിൾ സ്ട്രക്ചർ ഒന്ന് ഫോളോ ചെയ്താൽ നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ക്ലാരിറ്റി, കണക്ട്, സ്ട്രക്ചർ, നിങ്ങൾക്ക് PT writing score will definitely improve. Okay? Now, dropping scores on memorized templates, going off topic, repeating ideas, long risky sentences, grammar plus spelling. ഒരുപാട് fancy vocabulary ഒന്നും ഇതിനകത്ത് included അല്ല. Apt ആയിട്ട് ആ content എന്താണ് topic related vocabulary മാത്രം എഴുതിയാൽ മതി. And word combinations ശ്രദ്ധിക്കുക. കുറെ ടോപ്പിക് റിലേറ്റഡ് വേർഡ് കോമ്പിനേഷൻസ് നിങ്ങൾ പഠിക്കുക, നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. നെക്സ്റ്റ് കമ്മിങ് ടു SST, which is summarize spoken text. A very important question. ലിസ്ണിംഗിലാണ് വരുന്നത്. ലിസ്ണിംഗിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 1 or 2 questions will be asked and make sure you have to write between 50 to 70 words. One paragraph writing in a single paragraph. അതായത് നമ്മൾ ഒരു പാരഗ്രാഫ് ആയിരിക്കും നമ്മൾ എഴുതുക. ഓക്കെ, ആൻഡ് നമ്മൾ ഓഡിയോ പ്ലേ ചെയ്യും. ഓഡിയോയിൽ ഒരു സ്പീക്കർ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക. നമ്മൾ ആ ടോപ്പിക്കിൽ എന്താണ് ടോപ്പിക് എന്ന് മനസ്സിലാക്കും, കീവേഡ്സ് നോട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മൾ ആ എഴുതിയ കീവേഡ്സ് വെച്ച് സെന്റൻസ് ഫ്രെയിം ചെയ്യും. ഓക്കെ, നോട്ട് കീവേഡ്സ്, യു ഹാവ് ടു ഐഡന്റിഫൈ ദ മെയിൻ ഐഡിയ, 2-3 key points, and you have to write clearly. The lecture explains about the importance of air pollution. You can create your own summary by using the keywords. Okay, ഇപ്പോൾ ചിലർ ഒരുപാട് മെമ്മറൈസ് സെന്റൻസസ് യൂസ് ചെയ്തിട്ട് ഓരോ കീവേഡ് ആഡ് ചെയ്താൽ നമുക്ക് സ്കോർ കുറയും. Because they are expecting your own summary. With the keywords, you can write your own summary. The speaker highlighted the importance of changes in air pollution. Next എന്താണോ നിങ്ങൾ keywords and നിങ്ങൾക്ക് തന്നെ summary പോലെ എഴുതാം. Then third sentence, fourth sentence, finally. എല്ലാം എഴുതണ്ട. Don't write everything. Write the important points only. Key idea selection, grammar, spelling, vocabulary important ആണ്. ആൻഡ് അതേപോലെ നിങ്ങൾ ഇപ്പം 10 minutes ആണ് നമുക്ക് സമ്മറൈസ് സ്പോക്കൻ ടെക്സ്റ്റ് അവർ തരുന്ന ടൈം. ആ 10 minutesൽ നമുക്ക് 1.5 minutes ഓഡിയോക്ക് പോയാലും ബാക്കി ഒരു 8 minute നമുക്ക് കിട്ടും. ആ 8 minute 6 minutes എഴുതുക, എന്നിട്ട് 2 minutes പ്രൂഫ് റീഡ് ചെയ്യാൻ വെക്കുക. അതേപോലെയാണ് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിനും എസ്സേക്കും. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റും 10 minutes ആണ്. 10 minutes എഴുതരുത്. ആദ്യം നമ്മൾ ആ ടോപ്പിക് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കീവേഡ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങാവും. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റും അതേപോലെ 8 minutes കൊണ്ട് തീർത്ത് ബാക്കി 2 minutes. കാരണം കുറെ പേരുടെ സ്പെല്ലിംഗ് തെറ്റും, ഗ്രാമർ തെറ്റും. നമ്മൾ ശ്രദ്ധിക്കുക, ടൈപ്പോ എറേഴ്സ് ആയിരിക്കും. സെയിം ആസ് എസ്സേ 200 to 300 words ആണ് എഴുതേണ്ടത്. ആ 200 to 300 എഴുതുമ്പോൾ നമ്മൾ ഒരു 250 words ഒക്കെ എഴുതി കഴിയുമ്പോൾ and you have to keep 2 minutes to proofread your answers. ബിക്കോസ് ഒരുപാട് നമുക്ക് അത്രയും 250 words ഒക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് അറിയില്ല സ്പെല്ലിംഗ് എവിടാ തെറ്റിയേക്കുന്നത്. നമ്മൾ ആ ടൈപ്പ് എറേഴ്സ് സംഭവിക്കും. ചിലപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കാണില്ല, ചിലപ്പോൾ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കും ഇടുക. ഇതെല്ലാം മിസ്റ്റേക്സ് ആണ്. ഇതെല്ലാം കാരണമാണ് നമ്മുടെ സ്കോർ കുറയും. മേക്ക് ഷുവർ എല്ലാ റൈറ്റിംഗ് പാർട്ടിലും പ്രൂഫ് റീഡ് ചെയ്യാൻ സമയം നിങ്ങൾ വെക്കണം. അതുപോലെ നിങ്ങൾ ആ ടൈംഡ് കണ്ടീഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം. സോ സമ്മറൈസ് സ്പോക്കൻ ടെക്സ്റ്റ് ആയാലും ലിസണിങ്ങും റൈറ്റിംഗുമാണ്. കറക്റ്റ് റെലവെന്റ് ആയിട്ടുള്ള ആ കീവേഡ്സ് വെച്ച് നിങ്ങൾ ഒരു കറക്റ്റ് സമ്മറി, നീറ്റ് ആയിട്ടുള്ള സിമ്പിൾ സമ്മറി എഴുതിയാൽ മതി. യു ക്യാൻ യൂസ് യുവർ ഓൺ വേർഡ്സ്. നമ്മളൊന്ന് എഴുതിയേക്കുന്നത് ചെക്ക് ചെയ്താൽ മതി ലാസ്റ്റിൽ. നമ്മൾ എഴുതിയേക്കുന്നത് മീനിങ് ഉണ്ടോ. ഓക്കെ, നെക്സ്റ്റ്. 1 minute. 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 1 minute.
റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സാമിൽ. കുറെ പേർക്ക് ടൈം കിട്ടാതെ വരുന്നുണ്ട്, കുറെ പേർ മിസ് ചെയ്തിട്ട് വരുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 5 minutes ആയാലും ഫ്രം ഡിക്റ്റേഷൻ നിങ്ങൾക്ക് വെക്കുവാണെങ്കിൽ 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് സാവധാനം ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് എക്സ്ട്രാ വേർഡ്സ് എഴുതരുത്. ബിക്കോസ് ഇപ്പൊ ഇത് റൈറ്റിങ്ങിനും ലിസണിങ്ങിനും ആണ്. അപ്പൊ നിങ്ങൾക്ക് റൈറ്റിംഗിന് എഫക്റ്റീവ്, ലിസണിങ്ങിന് എഫക്റ്റീവ്, ഒരു ക്വസ്റ്റൻ ഒക്കെ മിസ് ചെയ്തിട്ട് വരണം. എന്താണോ കേൾക്കുന്ന ആ സെന്റൻസ് മെമ്മറൈസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ദെൻ യു കെൻ റൈറ്റ്. മിസ്റ്റേക്സ് വരുന്നത് സ്പെല്ലിംഗ് എറേഴ്സ്, അല്ലെങ്കിൽ മിസ്സിംഗ് ആർട്ടിക്കിൾസ്, റോങ് പ്ലൂറൽസ്, ക്യാപിറ്റലൈസേഷൻ. പ്രോപ്പർ നൗൺ ഒക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ ക്യാപിറ്റലൈസ് ചെയ്യണം. മൺഡേ എം ക്യാപിറ്റലൈസ് ചെയ്യണം. മന്ത് ജാനുവരി ക്യാപിറ്റലൈസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ലിസൺ കെയർഫുള്ളി. ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചിട്ട് തന്നെ റീകൺസ്ട്രക്ട്, നമ്മൾ വായിച്ചു നോക്കണം ആ സെന്റൻസ് കറക്റ്റ് ആണോ. ഇത് നമ്മൾ എല്ലാ ദിവസവും ഒരു 10 റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ബിക്കോസ് നിങ്ങൾ ഓർക്കുക, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 3 or 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതേ സെയിം മാർക്കാണ് നമുക്ക് എസ്സേക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ 200 to 300 വേർഡ്സ് എഴുതിയിട്ടാണ് നിങ്ങൾക്ക് അവിടെ അത്രയും മാർക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ 3-4 ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ എസ്സേയുടെ സെയിം വെയിറ്റേജ് മാർക്കാണ് ഇവിടെയും കിട്ടുന്നത്. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഈസി? 3-4 സെന്റൻസ് എഴുതി കറക്റ്റ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഏതാണ്? സോ ദിസ് ഇസ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടീസ് ടൈം എടുത്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. സോ ഇപ്പൊ നമുക്ക് ഫൈനൽ സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ ഫോക്കസ് ഓൺ ദ ഹൈ ഇമ്പാക്ട് ടാസ്ക്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സമ്മറൈസ് റിട്ടൻ ടെക്സ്റ്റ്, എസ്സേ, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, പ്രാക്ടീസ് ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ്. നമ്മൾ പാറ്റേൺ സെയിം സ്ട്രക്ചർ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് അപ്രോച്ച് ടാസ്ക് ആസ് പി ടി അൽഗോരിതം വാല്യൂസ്. പി ടി റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് അബൌട്ട് പ്രിസിഷൻ. Accuracy matters more than creativity. Following rules yields higher scores. പി ടി റൈറ്റിംഗ് ഇത്രയും 4 ക്വസ്റ്റ്യൻ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കോർ. പക്ഷെ നമ്മൾ നോക്കേണ്ടത് സ്റ്റുഡൻസ് ഒരുപാട് ചെയ്ത മിസ്റ്റേക്സ് ആണ്. അവർ വിചാരിക്കും പി ടി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് വൊക്കാബുലറി, ടെംപ്ലേറ്റ്സ് മെമ്മറൈസ് ചെയ്യുക. ബട്ട് റിയാലിറ്റി ഇസ് ആക്ച്വലി ഡിഫറെന്റ്. പി ടി റൈറ്റിംഗ് ഇസ് അബൌട്ട് പ്രിസിഷൻ, നോട്ട് ക്രിയേറ്റിവിറ്റി. ഈ 4 ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഫോക്കസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും എന്താണ് വേണ്ടത് നമ്മൾ നോക്കുക, അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ 4 ടാസ്കും നിങ്ങൾക്ക് റൈറ്റിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതിൽ 2 ലിസണിങ് ടാസ്ക് ആണ്, അതും റൈറ്റിംഗ് സ്കോറിന് കൊടുക്കും. നമ്മൾ ഈ 2 ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ ഡ്രോപ്പ് ചെയ്യും. കാരണം നമ്മുടെ പി ജി എവാലുവേറ്റ് ചെയ്യുന്നത് ഗ്രാമർ, വൊക്കാബുലറി, സ്പെല്ലിംഗ്, സ്ട്രക്ചർ, കോണ്ടന്റ് റിലവൻസ്, നോട്ട് ഫാൻസി ഇംഗ്ലീഷ്, കറക്റ്റ് ഇംഗ്ലീഷ് ആണ്. സോ ഇതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, അത് നമ്മൾ കൊടുക്കണം. Talking about the task priority and time management, you have to focus on this strategic selection algorithm. Summary spoken text, written text നമുക്ക് 10 minutes ആണ് തരുന്നത്. ആ 10 minutes ഇവിടെ തന്നേക്കുന്നത് ടൈം അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 minutes ആയാലും നമ്മൾ ആലോചിക്കാൻ എടുക്കണം. Then you can type your answers for 8 minutes. Essay എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് 2 minutes എന്താണ് എഴുതാൻ പോകുന്നത് ആലോചിച്ചിട്ട് ബാക്കി ഇരിക്കുന്ന ഒരു 16 minutes ആൻസർ ടൈപ്പ് ചെയ്യുക. ബാക്കി ഇരിക്കുന്ന റെസ്റ്റ് 2 minute നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്യാൻ കൊടുക്കുക. അതേപോലെ അസിസ്റ്റഡ്, ഇതെല്ലാം നമുക്ക് പ്രിപ്പറേഷൻ ടൈം പോലെ പറയുന്നതാണ്. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ഓൾസോ നമുക്ക് ഇങ്ങനെ വീട്ടിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ, ടൈം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് യു ക്യാൻ ജസ്റ്റ് ആ ടൈമിലെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. കാരണം ചെറിയ മിസ്റ്റേക്ക് മതി നമുക്ക് വലിയ സ്കോർ ഡിഫറൻസ് വരാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഡെയിലി ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ് പ്രാക്ടീസ് ചെയ്യുക, സേഫ് സെന്റൻസ് സ്ട്രക്ചർ പ്രാക്ടീസ് ചെയ്യുക. ഈ 4 ടാസ്ക് ഫോക്കസ് ചെയ്യുക. മെമ്മറൈസേഷൻ ഒഴിവാക്കുക. തിങ്ക് ലൈക്ക് ദി അൽഗോരിതം, ഫോക്കസ് ഓൺ ദി അക്യുറസി, എറർ അനാലിസിസ്. നമ്മൾ എല്ലാ ദിവസവും മിസ്റ്റേക്സ് റിവ്യൂ ചെയ്യുക, നമ്മൾ എവിടെയാണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് മാർക്ക് കുറയുന്നത്, നമുക്കതിനെ അറിയില്ല. അതിനാണ് ഒരു പേഴ്സണലൈസ്ഡ് ട്രെയിനർ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് അബൌട്ട് പി ടി റൈറ്റിംഗ് എല്ലാം ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ടാസ്ക് ആണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ ടാസ്ക് ആണെന്നാലും 4 ടാസ്കും ഇമ്പോർട്ടൻ്റ് ആണ്. ആ 4 ടാസ്കും നമ്മളെ ഒരു ടൈം വെച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റൈറ്റിംഗിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമർ, വൊക്കാബുലറി, സ്പെല്ലിംഗ്, ഇതെല്ലാം ഒന്ന് നോക്കി ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും റിവ്യൂ,
അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എവിടെയാണ് മിസ്റ്റേക്സ് വരുന്നത് അത് റിവ്യൂ ചെയ്യുക ആൻഡ് ഇത് കറക്റ്റ് ചെയ്യുക. ദെൻ അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാം ആ സ്കോർ ഇംപ്രൂവ് ചെയ്യാം. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം ബുക്ക് ചെയ്യണം. നിങ്ങൾ തന്നെ ബുക്ക് ചെയ്ത എക്സാം മേക്ക് ഷുവർ എല്ലാ ടാസ്കും ഫെമിലിയർ ആയിരിക്കണം. നിങ്ങളുടെ മിസ്റ്റേക്സ് എല്ലാം നിങ്ങളുടെ വീക്ക് ഏരിയാസ് എല്ലാം ഐഡന്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം ബുക്ക് ചെയ്താൽ മതി. ആൻഡ് ഹോപ്പ് ദ വീഡിയോ വാസ് വെരി യൂസ്ഫുൾ ടു യു. നിങ്ങൾക്ക് കുറെ പഠിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. And I'll be coming up with another important topic soon. Bye bye. See you.